തൃശൂർ പൂരം വെടിക്കെട്ടിലെ പ്രതിസന്ധി തീർക്കാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. കേന്ദ്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാജേഷ്. 2024 ഒക്ടോബറിൽ നിലവിൽ വന്ന കേന്ദ്ര നിയമം തൃശൂർ പൂരം വെടിക്കെട്ടിനെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം ഭാരവാഹികൾ നിയമഭേദഗതിക്കായി കേന്ദ്രമന്ത്രിയെ സമീപിച്ചെങ്കിലും പരിഹാരമായില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന മാഗസിനിൽ നിന്ന് വെടിക്കെട്ട് നടക്കുന്നിടത്തേക്കുള്ള ദൂരം 45 മീറ്ററിൽ നിന്ന് 200 മീറ്ററാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതിയാണ് വെടിക്കെട്ടിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ നിയമം ഭേദഗതി ചെയ്യാനായി ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ടെങ്കിലും പരിഹാര നടപടികൾക്ക് കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി കേന്ദ്ര ഗവൺമെന്റ് ശ്രീ പീയൂഷ് ഗോയൽജിനെ കണ്ടിരുന്നു. ഇതുവരെ ഒന്നും മാറ്റങ്ങൾ ഉണ്ടാകാതെ അറിയില്ല. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ നടത്തുക എന്നുള്ള തന്നെ പ്രശ്നം. സെൻട്രൽ ഗവൺമെന്റ് വേണ്ട രീതിയിലുള്ള പരിഗണന തരുന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പേരന്റ് ആക്ടായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഭേദഗതി. അങ്ങനെ വരാൻ പാടില്ല. ആ പേരന്റ് ആക്ടില് മാഗസിൻ ടു ഡ്വെല്ലിംഗ് ഹൗസസ് 45 മീറ്റർ, അതായത് ഒരു മാഗസിന് വീട് വെക്കാം 45 മീറ്റർ. എന്നാൽ മാഗസിനിൽ നിന്നും ഫയർ ലൈനിക്ക് 200 മീറ്റർ വേണമെന്ന് പറയുമ്പോൾ അത് ശരിയാണ് എന്നുള്ള നിലയ്ക്ക് തോന്നുന്നില്ല. ആർക്കും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി പോലും അതിനെപ്പറ്റി ചെറിയൊരു പരാമർശം ചെയ്തിട്ടുണ്ട്. അൺറീസണബിൾ എന്തോ പറഞ്ഞിട്ട് എനിക്കത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് പഴയ പോലെ 45 മീറ്ററാക്കിയ ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഈ സാഹചര്യത്തിൽ എംപിയും കേന്ദ്രമന്ത്രിമാരും ഇടപെട്ട് നിയമ ഭേദഗതി വരുത്തുകയോ പുതിയ നിയമം നടപ്പാക്കുന്നത് താൽക്കാലികമായി മാറ്റിവെക്കുകയോ ചെയ്യണമെന്ന് ജി രാജേഷ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പൂരം വെടിക്കെട്ട് നടത്തിപ്പിനായി കോടതിയെ സമീപിക്കുക മാത്രമേ മാർഗമുള്ളൂവെന്നും രാജേഷ് വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ.